Hi everyone, welcome to Agimendo. In this video, we'll be learning how to write a program into a STEM32 microcontroller. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ STEM32 Cube IDEയും അതുപോലെ തന്നെ STEM32 Cube MX ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഇന്റർഫേസിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. So this is the development process using STEM32 Cube IDE. അപ്പോൾ ഇതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ളത് ചില വേർഷൻസ് ഓഫ് STEM32 Cube IDEയിൽ STEM32 Cube MX ഓൾറെഡി ഇൻ്റഗ്രേറ്റഡ് ആണ്. ബട്ട് ഇൻ സം അതർ വേർഷൻസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ്റഗ്രേറ്റഡ്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന STEM32 Cube IDE വേർഷൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് STEM32 MX ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കണം. ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്രാഫിക്കൽ കോൺഫിഗറേഷൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് if it is not integrated, you have to download STEM32 Cube MX as well. Okay. First, ഞാനത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റ് കാണിച്ചു തരാം. So this is the website for downloading the STEM32 Cube IDE as well as you can download the STEM32 Cube MX from this website. So from here you can download the Cube IDE. ഇനി നിങ്ങൾക്ക് Cube MX ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ you can search for Cube MX software and you can download it from the same website. So from here you can download the Cube MX. So these two are the two downloaded applications, Cube IDE as well as Cube MX. So first നിങ്ങൾ ചെയ്യേണ്ടത് Cube MX ഓപ്പൺ ചെയ്യാം. Then here you will get some options. അപ്പോൾ അതിൽ ഒന്നുകിൽ നിങ്ങൾക്ക് MCU ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ബോർഡ് സെലക്ട് ചെയ്യുക. I will go with this option, access to board selector. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബോർഡ് ഏതാണോ ആ ബോർഡിന്റെ കറക്റ്റ് നമ്പർ നിങ്ങളിവിടെ ഈ കൊമേഴ്ഷ്യൽ പാർട്ട് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ഹാവിങ് ന്യൂക്ലിയോ ബോർഡ്, ന്യൂക്ലിയോ F446RE ഇതാണ് എൻ്റെ കയ്യിലുള്ള ബോർഡെങ്കിൽ ആ ബോർഡ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ആ ഒരു ബോർഡിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അലോങ് വിത്ത് ദ പിക്ചർ ഓഫ് ദാറ്റ് ബോർഡ്. ഇപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ടു സെലക്ട് ഇറ്റ് ഫ്രം ഹിയർ ആൻഡ് ദെൻ ടോപ്പ് റൈറ്റ് കോർണറിൽ യു ക്യാൻ സീ സ്റ്റാർട്ട് പ്രൊജക്ട്. ഈ സ്റ്റാർട്ട് പ്രൊജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നൗ ഇറ്റ്സ് ലോഡിങ്, ക്ലിക്ക് ഓക്കെ. നൗ യു ഗോട്ട് ദ പിൻ സെറ്റപ്പ്. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത മൈക്രോ കൺട്രോളറിൻ്റെ പിൻ ഔട്ട് വ്യൂ. ഇപ്പം ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് പിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ക്ലിയർ ഇറ്റ് യു ക്യാൻ ക്ലിയർ ദ പിൻ ഔട്ട് ഫ്രം ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് യു ഹാവ് ടു സെറ്റ് ദ പിൻ കോൺഫിഗറേഷൻ. എന്തൊക്കെ പിൻസ് എന്തൊക്കെ ആവശ്യത്തിനാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതേപോലെ എന്തെങ്കിലും ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോക്ക് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോർ ദാറ്റ് യു ഹാവ് ദ ഓപ്ഷൻസ് ഹിയർ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. സിസ്റ്റം കോറിൽ യു ക്യാൻ സി GPIO, NVIC, RCCയിൽ നിങ്ങളുടെ ക്ലോക്ക്സ് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ടൈമേഴ്സ്, all these options you can see here. For the time being, let's assume a small program, ഒരു LED blinking program ആണ് നിങ്ങൾക്ക്. That program I will be explaining in the next video. ഇപ്പോൾ ആ ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പിന്നിന് GPIO ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യണം. LED കണക്റ്റഡ് ആയിട്ടുള്ള പിൻ ഏതാണോ അതിന് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ സെലക്ട് ചെയ്ത ബോർഡിൽ PA5 എന്ന് പറയുന്നതാണ് LED പിന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബോർഡ് യു ആർ സെലക്ട്. നിങ്ങളുടെ കയ്യിലുള്ള ബോർഡ് ഏതാണോ ആ ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് LED കണക്ഷൻ വരുന്ന പിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺഫേം വിച്ച് പിൻ ഇസ് ദ LED. അത് നിങ്ങളുടെ ബോർഡിന്റെ നെയിം വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് പിന്നിലോട്ടാണ് LED കണക്ഷൻ വരുന്നതെന്ന്. സോ ഫോർ മൈ ബോർഡ് ഇറ്റ് ഈസ് ദ PA5. സോ ക്ലിക്ക് ദ PA5 പിൻ ഹിയർ ആൻഡ് വെൻ ഐ ക്ലിക്ക് ഇറ്റ് ഐ വിൽ ഗെറ്റ് സം ഓപ്ഷൻസ് ഹിയർ ആൻഡ് ഐ വാണ്ട് ടു സെറ്റ് ഇറ്റ് ആസ് GPIO ഔട്ട്പുട്ട്. സോ GPIO ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂടുതൽ കോൺഫിഗറേഷൻസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ സെലക്ട് ഇറ്റ് ഫ്രം ദ GPIO ഓപ്ഷൻ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ആ PA5 എന്ന് പറയുന്ന പിന്ന് സെലക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് സം ഓപ്ഷൻസ് ഹിയർ. ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് ദ ഓപ്ഷൻസ് ഹിയർ. ആസ് ഓഫ് നൗ ഐ എം നോട്ട് ചേഞ്ചിങ് എനിത്തിങ്. ഐ എം കീപ്പിംഗ് ഇറ്റ് ആസ് ദ ഡിഫോൾട്ട് സെറ്റിംഗ്. നൗ നെക്സ്റ്റ് തിങ് യു ഹാവ് ടു ഗിവ് ദ നെയിം ഫോർ യുവർ പ്രൊജക്ട്. അപ്പോൾ അതിന് ഈ മുകളിൽ പ്രൊജക്ട് മാനേജർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ യു ക്യാൻ ഗിവ് ദ നെയിം ഫോർ യുവർ പ്രൊജക്ട്. സപ്പോസ് LED ബ്ലിങ്കിങ് എന്ന് പറയുന്നതാണ് എൻ്റെ പ്രൊജക്റ്റ് എങ്കിൽ LED ബ്ലിങ്കിങ് എന്ന് പറയുന്ന നെയിം എനിക്ക് കൊടുക്കാം. ദെൻ യു ക്യാൻ കീപ് എവറിത്തിങ് ആസ് ഡിഫോൾട്ട്.
ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ ടൂൾ ചെയിൻ ഓർ ദ IDE ഓപ്ഷൻ. ഈ ഓപ്ഷൻ നിങ്ങൾ STEM32 ക്യൂബ് IDE എന്ന് പറയുന്ന ഓപ്ഷൻ ആയിട്ട് മാറ്റണം. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു നോട്ടീസ്. ഫൈനലി യു ഹാവ് ടു ക്ലിക്ക് ഓൺ ദിസ് ജനറേറ്റ് കോഡ് ഓപ്ഷൻ. നൗ ദ കോഡ് വിൽ ബി ജനറേറ്റഡ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള പിൻ കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തു. സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊജക്റ്റിന് നെയിം ഒക്കെ കൊടുത്ത് ജനറേറ്റ് കോഡ് കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു കോഡ് ജനറേറ്റ് ആയി കിട്ടും ആൻഡ് ദാറ്റ് ഈസ് ഓപ്പണബിൾ ഇൻ ക്യൂബ് IDE ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു കോഡിനെ നമ്മൾ ക്യൂബ് IDEയിൽ ഓപ്പൺ ചെയ്യും. ഇനി നമുക്ക് വേണ്ട പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എന്താണോ ആ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിന് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ക്യൂബ് IDEയിലായിരിക്കും. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. സോ നൗ വി ക്യാൻ ഓപ്പൺ ദ പ്രൊജക്ട്. Now when I open the project, it will be opened in Cube IDE. ഇത് നിങ്ങൾ ലോഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. Okay, now the generated code is opened in the Cube IDE application. Here you can see our program. LED blinking എന്ന് പറയുന്നത് ഇവിടെ കാണാം. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ LED blinking.ioc, ഈ IOC എന്ന് പറയുന്ന ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇറ്റ് വിൽ ഓപ്പൺ ദ MX ആപ്ലിക്കേഷൻ. നമ്മളിപ്പോൾ ചെയ്ത പിൻ കോൺഫിഗറേഷൻസ് ഒക്കെ നമുക്ക് അവിടെ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ കോഡാണ് എഴുതേണ്ടതെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ പിന്നൊക്കെ സെറ്റ് ചെയ്തു, ഇനി നമുക്ക് എന്ത് വേണം, നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാം ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ആ പ്രോഗ്രാം എഴുതണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ മെയിൻ. അത് വരുന്നത് കോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ SRC എന്ന് പറയുന്നതിൽ main.c ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ നൗ ദ പ്രോഗ്രാം വിൽ ബി ഓപ്പൺഡ്. അപ്പൊ ഈ main.c എന്ന് പറയുന്നതിൽ ഹിയർ യു ക്യാൻ സീ സോ മെനി കോഡ്സ്. As of now, you can skip all those things. നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത് ഇതിൽ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻറ്റ് മെയിൻ. അതിൻ്റെ അകത്ത് HAL ലൈബ്രറീനെ ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്ന ക്ലോക്ക് കോൺഫിഗറേഷൻ, ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് ആണ്. അതൊക്കെ നിങ്ങളിപ്പോൾ സ്കിപ്പ് ചെയ്യുക. ഈ ഒരു പോർഷൻ, ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോർഷൻ, വൈൽ ഓഫ് 1. വൈൽ ഓഫ് 1 എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലൂപ്പാണ്. ഇറ്റ്സ് ആൻ ഇൻഫൈനൈറ്റ് ലൂപ്പ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൈക്രോ കൺട്രോളേഴ്സിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ്സ് എ ടെമ്പറേച്ചർ സെൻസർ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി സെൻസിങ് ദ ടെമ്പറേച്ചർ. അപ്പോൾ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈൽ ഓഫ് 1 എന്ന് പറയുന്ന ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് എവർ ആപ്ലിക്കേഷൻ യു ആർ റൈറ്റിംഗ്, യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻസൈഡ് ദിസ് വൈൽ ഓഫ് 1 ലൂപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ പ്രോഗ്രാം നമ്മൾ എഴുതേണ്ടത്. ആ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ യു ഹാവ് ടു കമ്പൈൽ ദിസ്. കമ്പൈൽ ചെയ്യാന്നുള്ളതിന് നമ്മളിവിടെ ബിൽഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഫോർ ദാറ്റ് വി ഹാവ് ദിസ് ഹാമർ സിമ്പിൾ. ഓക്കെ, ഇവിടെ ഒരു ഹാമർ സിമ്പിൾ ഉള്ള ഒരു ടൂൾ കണ്ടില്ലേ, ദാറ്റ് ഈസ് ദ ബിൽഡ് ടൂൾ. ഇപ്പൊ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ബിൽഡ് എന്ന് പറയുന്നത്. പക്ഷെ ബിൽഡ് ഈസ് നോട്ട് എക്സാക്ട്ലി കമ്പൈലേഷൻ. ബിൽഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബിഗ്ഗർ ടാസ്ക് ആണ്. നമ്മൾ കമ്പൈൽ ചെയ്ത് വേണ്ട ലൈബ്രറി ഫയൽസിനൊക്കെ ലിങ്ക് ചെയ്ത് അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ് ബിൽഡ് എന്ന് പറയുന്നത്. ബിൽഡിന്റെ അകത്ത് വരുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. ആസ് ഓഫ് നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ കമ്പൈൽ ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആയിട്ട് നിങ്ങൾക്ക് തൽക്കാലം ബിൽഡിനെ തിങ്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ if there is any error, you can see that error in this console. ഇതിലിപ്പോൾ ഞാൻ പ്രോഗ്രാംസ് ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് ബിൽഡ് കൊടുക്കുകയാണ്. സോ ഹിയർ ലുക്ക് അറ്റ് ദിസ് കൺസോൾ. ഹിയർ യു ക്യാൻ സീ ദ കമന്റ് ബിൽഡ് ഫിനിഷ്ഡ് 0 error 0 warning. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് എറർ ഹിയർ. ആൻഡ് ആഫ്റ്റർ ബിൽഡിംഗ് ദ പ്രോഗ്രാം യു ഹാവ് ടു ഫ്ലാഷ് ദാറ്റ് പ്രോഗ്രാം ഇൻ ടു ദ മൈക്രോ കൺട്രോളർ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ സിസ്റ്റത്തിൽ, ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ നിങ്ങളൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. യു ഹാവ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കയ്യിലുണ്ട്, ബട്ട് യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ദ ഫേംവെയർ. അപ്പോൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്റ്റേണൽ ഡിവൈസ്, ബട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ഇൻസൈഡ് യുവർ ലാപ്ടോപ്പ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾക്ക് മൈക്രോ കൺട്രോളറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യു വിൽ ബി യൂസിങ് വൺ ടൂൾ നോൺ ആസ് ST-Link. സി, ഇതാണ് ഒരു ST-Link എന്ന് പറയുന്നത്. ഒരു പെൻഡ്രൈവ് ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബോർഡിന് നിങ്ങൾക്ക് ST-Linkലോട്ട് ഈ വയേഴ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ദിസ് ST-Linkന് നിങ്ങൾക്ക് ഇതൊരു USB ഡ്രൈവ് പോലെ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ കണക്ടിങ് യുവർ മൈക്രോ കൺട്രോളർ ടു ദ ലാപ്ടോപ്പ് യൂസിങ് ദ ST-Link, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഫ്ലാഷിംഗ്. Flashing means
you are downloading this application into your STEM32 microcontroller. മൈക്രോകൺട്രോളറിന്റെ അകത്തോട്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിനെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ സേവിങ് ദാറ്റ് പ്രോഗ്രാം ഇൻ ദ ഫ്ലാഷ് മെമ്മറി ഓഫ് ദ മൈക്രോകൺട്രോളർ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്ലാഷിംഗ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് ദ റൺ ഓപ്ഷൻ. ഇവിടെ ഈ ഗ്രീൻ കളറിലെ ബട്ടൺ റൺ എന്ന് പറയുന്ന ഓപ്ഷൻ, റൺ ഓപ്ഷൻ കൊടുത്താലാണ് നമ്മൾ ഫ്ലാഷ് എന്ന് പറയുന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ആവുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ST-ലിങ്കും ബോർഡും ഇല്ല, അതുകൊണ്ട് എനിക്കത് ഫ്ലാഷ് ചെയ്യുന്നത് ചെയ്ത് കാട്ടിത്തരാനായിട്ട് പറ്റില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ യു ക്ലിക്ക് ദ റൺ ബട്ടൺ you can flash the program, but here I don't have the ST-link to connect the microcontroller and all, so here no ST-link detected. ഇങ്ങനെ ഒരു എറർ വാർണിംഗ് മെസ്സേജ് ആണ് വന്നത്. So if your system is connected to a microcontroller using an ST-link, ഇവിടെ നിങ്ങൾക്ക് അത് ഫ്ലാഷിംഗ് സക്സസ്ഫുൾ ആയിട്ട് കിട്ടും. അങ്ങനെ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്രോ കൺട്രോളറിലോട്ട് നിങ്ങൾ ഒരു പവർ ഇൻപുട്ട് കൊടുത്താൽ, ഇഫ് യു ഫോർ എക്സാമ്പിൾ ഇഫ് നിങ്ങളത് ഒരു പവർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ആപ്ലിക്കേഷൻ എന്താണോ ആ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് ആ കൺട്രോളർ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ LED ബ്ലിങ്കിങ്ങിന്റെ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ഒരു പവർ സപ്ലൈ ആ ഒരു മൈക്രോ കൺട്രോളറിലോട്ട് കൊടുത്താൽ ദ LED വിൽ സ്റ്റാർട്ട് ബ്ലിങ്കിങ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ്. ഫസ്റ്റ് യു ഹാവ് ടു ക്രിയേറ്റ് എ STEM32 project. Then you have to select the STEM32 microcontroller. You have to configure the peripherals using the graphical tools. Then you have to generate the initialization code. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യു ആർ ഡൂയിങ് ഓൾ ദ 4 steps in Cube MX. Okay, first ഇത് Cube MX-ൽ ചെയ്യാം. Then you have to open that initialization code in Cube IDE. Then you will be writing the application code. These things you will be doing in the Cube IDE. Okay, first you will be writing the application code. Then you have to compile it. We call it the build the project. Okay, compile the project എന്നല്ല, നമ്മൾ build the project എന്നാണ് പറയാ. After building the project, if it's an error-free program, you can then flash the program into the STEM32 microcontroller. And after that, you can debug and test the application. ഇപ്പോൾ LED ബ്ലിങ്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ LED പ്രോപ്പർ ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നില്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. So these are the different steps for developing a program in STEM32 Cube IDE. So in the next video, we can see how we will do the LED blinking program. So I hope it's clear. If you have any doubts, you can just comment.